വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസവും 300 രൂപ നൽകാനാണ് തീരുമാനം. ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് 10,000 രൂപ നൽകും. അനുയോജ്യമായ താമസം ഒരുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തം അനുഭവിക്കുന്നവർക്കാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. ഉരുൾപൊട്ടലിൽ ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം ദിവസം നൽകാനാണ് സർക്കാർ തീരുമാനം. കിടപ്പു രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. അതേസമയം ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതവും അനുവദിക്കും. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.